സിസ്റ്ററിൻ്റെ കസേര ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ 19-ാം സങ്കീർത്തനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നില്ലേ? ഇത്രയും രഹസ്യങ്ങൾ ഒരു സങ്കീർത്തനത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? അതാണ് ഈശോ പറഞ്ഞത്, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകട്ടെ. നമുക്ക് തുടരാം ഈ സങ്കീർത്തനത്തിൽ. ഇപ്പം നമുക്ക് മനസ്സിലായി, അമ്പരമനവരതം വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതായത് ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ഇത്രയും ഭാഗം കർത്താവ് ഈശോ മിശിഹായുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പഠിപ്പിച്ചപ്പോഴല്ലേ ഇത് മനസ്സിലാവുന്നത്? ഇല്ലേ? എന്തോ ഒരു വിസ്മയാവഹമാണ്. ഇനി ഇതിൻ്റെ അടുത്ത പടി, ഇത്രയും വന്നപ്പോൾ യേശുവിൻ്റെ ആ വിസ്മയാവഹമായ ഉയർപ്പിൻ്റെ പന്തക്കുസ്തായുടെ അനുഭവത്തിലൂടെ സാവധാനം എല്ലാ ജാതി മതസ്ഥരും എല്ലാവരും ദൈവത്തെ അറിയുന്നവരാകും. എല്ലാവരും ദൈവത്തെ അറിയുന്നവർ ആകും. നമ്മൾ അതിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധൃതി പിടിക്കണ്ട, ഓടുകയും വേണ്ട. ഞാൻ നിനക്ക് മുൻപേ പോകുന്നു, കർത്താവ് മുൻപേ പോകുന്നുണ്ട്. നമ്മൾ പുറകെ പോയാൽ മതി. പക്ഷേ കർത്താവിൻ്റെ പുറകെ പോകണം. കർത്താവ് തന്നെ ഇതിനു വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രക്ഷാകര രഹസ്യങ്ങളുടെ ആ പൂർണ്ണമായ ഉൾക്കാഴ്ച കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഓടാൻ തോന്നണത്. ഇത്രയും വിസ്മയാവഹമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ സാക്ഷ്യത്തിലൂടെ, നമ്മളുടെ ആ അറിവിലൂടെ, നമ്മളുടെ ആ ജ്ഞാനത്തിലൂടെ ഇത് ലോകത്തിലേക്ക് പ്രസരിക്കണം. ഈ ജ്ഞാനം നമ്മുടെ ആത്മാവിൽ ലഭിച്ചു കഴിയുമ്പോൾ ഭാഷണമില്ല, വാക്കുകൾ വേണ്ട, ശബ്ദം പോലും കേൾക്കുകയും വേണ്ട. അല്ലാതെ തന്നെ ഇത് മറ്റാത്മാവുകളിലേക്ക് പ്രസരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി ലോകം മുഴുവനും യാത്ര ചെയ്തോ? എങ്ങും പോയില്ല, എങ്ങും വചനം പ്രഘോഷിച്ചില്ല. പക്ഷെ ഒരു സ്ഥലത്തിരുന്ന് ഈ രഹസ്യം മുഴുവനും തൻ്റെ ആത്മാവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതല്ലേ പ്രമാണങ്ങളുടെ മുഴുവനും സാരാംശം? നീ എന്നെപ്പോലെ, ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നൊന്ന് സ്നേഹിച്ച് നോക്ക്. സ്നേഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിച്ച ആളിലേക്ക് ഇതെല്ലാം അങ്ങൊഴുകും. അതാണ് പോപ്പ് ഫ്രാൻസിസ് ഇടയ്ക്ക് പറയാറുണ്ട്, ഈ നമ്മുടെ അസീസി പുണ്യവാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: സുവിശേഷം പ്രഘോഷിക്കുക, എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈക്കെടുത്ത് വാക്കുകൊണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ സുവിശേഷമില്ലെങ്കിൽ ഈ പറയണത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതിൽ സ്നേഹമില്ലെങ്കിൽ ഈ പറയണത് കൊണ്ട് പ്രയോജനമുണ്ടോ? എന്താവും? മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആകും.
മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആകും. ഇതിപ്പോൾ ഞാനുണ്ടാക്കിയൊരു പാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജ്വലിക്കേണ്ടത് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അതായത് ഈ യേശുവിൻ്റെ അദൃശ്യമായ ആ ശക്തി നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു ഉദാഹരണം, മദർ തെരേസ വലിയ ഭാഷണമൊന്നുമില്ല, വലിയ വാക്കുകളൊന്നുമില്ല, പക്ഷെ എവിടെ ചെന്നാലും വലിയ ഒരു ജനാവലി അവരെ കാണാനും അവരൊന്ന് സ്പർശിക്കാനും തടിച്ചു കൂടുന്നു. അവരിൽ നിന്ന് എന്തോ ഒരു മാഗ്നറ്റിക് പവർ പോലെ എന്ന പോലെ പോപ്പ് ഫ്രാൻസിസ് ഏത് രാജ്യത്ത് ചെന്നാലും വലിയ ഒരു ജനാവലി, ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും അദ്ദേഹത്തെ കാണാൻ സ്നേഹത്തോടെ വരുന്നു. ഇത് ആരുടെ ശക്തിയാണ്? കർത്താവ് ഈശോ മിശിഹായുടെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ പ്രതിധ്വനിക്കുന്നത് കൊണ്ടല്ലേ? ശബ്ദത്തിലൂടെ അല്ലാതെ, ശബ്ദമില്ലാതെ, ഭാഷണമില്ല, വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ, സ്നേഹത്തിൻ്റെ ഒരു പ്രസരണം അവിടെ നടക്കുന്നു. ആ പ്രസരണമാണ് ഈ ലോകത്തെ മുഴുവനെയും മാറ്റുന്നത്. അതിന് ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഈ ലോകത്തെ മുഴുവനും മാനസാന്തരപ്പെടുത്തുന്നതിനും ഈ ലോകത്തെ മുഴുവനും മാറ്റുന്നതിനുള്ള ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? പറഞ്ഞേ. എത്ര പേര് വിശ്വസിക്കുന്നു? കൈ പൊക്കി തന്നെ നിൽക്കട്ടെ. അതായത് ഈ കർത്താവായ യേശു ക്രിസ്തു ആണ് ലോകം മുഴുവനെയും മാറ്റിമറിക്കുന്ന സ്നേഹരാജ്യമെന്ന് ഈ എല്ലാ ഹിന്ദുക്കളും അറിയുമോ? എല്ലാ മുട്ടുകളും അടങ്ങുമോ? എല്ലാ മുസ്ലിമുകളും, സിഖ്, പഞ്ചാബി, പാഴ്സി ഇവരെല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട് യേശു മാത്രമേ ഉള്ളൂ എന്ന് അവരറിയുമോ? എന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കണം. നമ്മൾക്കത് അനുഭവമാകണം. അത് പ്രഘോഷിച്ചില്ലെങ്കിലും അത് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ ഇത് പ്രസരിക്കും. ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണേ, ഇപ്പം നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലാണെങ്കിൽ നീ ഉദ്ദിഷ്ട കാര്യം നടക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആരെയും കളിയാക്കിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുന്നവർ പ്രാർത്ഥിച്ചോ. പക്ഷേ വിശ്വാസ പ്രമാണം 33 പ്രാവശ്യം പ്രാർത്ഥിച്ചത് കൊണ്ടാണോ വിശ്വസിക്കുന്നതിലൂടെയാണോ? എങ്ങനെ നടക്കണത്? അപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാലും മതി, പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യമില്ല, വിശ്വസിച്ചാൽ മതി. അതാ വ്യത്യാസം. ഭാഷണമുണ്ട്, വാക്കുകളുണ്ട്. വിശ്വാസമില്ലെങ്കിലോ ഇത് പ്രസരിക്കുമോ? 33 പ്രാവശ്യമല്ല 3000 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാലും അതിൽ പറഞ്ഞിരിക്കുന്ന അന്തസത്തയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാര്യം സാധിക്കുമോ? ഭാഷണമുണ്ട്, വാക്കുകളുണ്ട്, കാര്യം നടക്കണില്ല. എന്നാൽ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നാൽ വിശ്വാസമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ അതിർത്തി വരെ ഇത് പോകും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട നവീകരണം. നിങ്ങൾ തിയോളജി ക്ലാസ്സുകൾ പഠിച്ചു, ഇനി ഇതുകൊണ്ട് എന്ത് നിങ്ങൾക്ക് കിട്ടി? വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാകണം. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ഉപരിപ്ലവമായി
വിശ്വസിച്ചാൽ മാത്രം പോരാ. കുറേ മാനുഷികമായ ബോധ്യങ്ങളിലൂടെ വിശ്വസിച്ചാലും പോരാ. ദൈവിക രഹസ്യങ്ങളുടെ ഉള്ളറിഞ്ഞ് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മളെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭാഷണമുണ്ടാവും, വാക്കുകളുണ്ടാവും, പക്ഷേ വിശ്വാസം പ്രസരിക്കില്ല. ഭാഷണമുണ്ടാവും, വാക്കുകളുണ്ടാവും, മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ പോലെ. അതുകൊണ്ടും ദൈവരാജ്യം പ്രചരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ഒന്ന് സ്നേഹം, മറ്റൊന്ന് വിശ്വാസം, മറ്റൊന്ന് പ്രത്യാശ. അതാണ് 3 തിയോളജിക്കൽ വെർച്യൂസ്. അതായത് തിയോളജിക്കൽ വെർച്യൂസ് എന്ന് മലയാളം എന്താ? ദൈവിക പുണ്യങ്ങൾ എന്തെല്ലാമാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യ ദാനമാണ്. ഇത് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ വളരുന്നില്ല. അതിനാണ് ജ്ഞാനം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഈ സങ്കീർത്തനത്തിലേക്ക് തുടരാം. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്നു നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു. സങ്കീർത്തനം 19 ആണ്. സങ്കീർത്തനം 19. മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല. ഇത് വളരെ മനോഹരമാണ് ഇതിൻ്റെ ആഖ്യാനം കേട്ടോ. ഒന്ന് കൈവീശി കാണിച്ച് പുറങ്ങാൻ പറ്റിയ സമയമാണ്. പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൻ്റെ മാധുര്യം കൂടി ആസ്വദിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നതാണ്, തേനിനേക്കാൾ മധുരമാണ് കർത്താവിൻ്റെ വചനം. ആത്മാവിന് ആനന്ദം പകരുന്നു. അത് തേനിനേക്കാൾ മധുരമാണ്. അപ്പോൾ അത് കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഉറങ്ങിക്കോളൂ. ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ മനസ്സിലാക്കി, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല എന്നത്, രാത്രിക്ക് വിജ്ഞാനം പകരുന്നു എന്നത്, അദൃശ്യനായ ദൈവം ദൃശ്യനായി യേശുക്രിസ്തുവായിട്ട് വന്നു. ആ ദൃശ്യനായി വന്ന യേശുക്രിസ്തു പകലിനോട് സംസാരിച്ച പോലെ സംസാരിച്ചു. പക്ഷെ അങ്ങനെയല്ല ക്രിസ്തു അനുഭവം തരാൻ പദ്ധതിയിട്ടത്. അതൊരു പ്രാരംഭഘട്ടമായിരുന്നുള്ളൂ. വിശ്വാസത്തിൻ്റെ വിത്ത് പാകി ആ പകലിനോട് സംസാരിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അതായത് വീണ്ടും യേശുക്രിസ്തു അദൃശ്യനായി. ആ അദൃശ്യനായ യേശുക്രിസ്തു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സാന്ദ്രതയിലേക്ക് അദൃശ്യനായി കടന്നു വരുന്നു. എന്നാൽ അദൃശ്യനാണെങ്കിലും സൃഷ്ടാവായ ദൈവത്തെ മുഴുവനും നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്നു. സൃഷ്ടാവിനെ, ത്രിത്വൈക ദൈവത്തെ മുഴുവനും നമ്മിലേക്ക് നൽകുന്നു.
അങ്ങനെ വാക്കുകളല്ല, ഭാഷണമില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ഏതുപോലെ എമ്മാവൂസിലെ അപ്പസ്തോലന്മാർ ശിഷ്യന്മാരോട് ശബ്ദിച്ചു പറഞ്ഞു. പക്ഷേ ശബ്ദമില്ലാതെ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നു. അവർക്ക് ശബ്ദമുണ്ടായി. അത്രയും നേരവും മിണ്ടാൻ പറ്റാതിരുന്ന അവർക്ക് ശബ്ദിയായി, അഭിഷേകമായി. അവരുടെ ആ പ്രഘോഷണം ലോകം മുഴുവനിലേക്ക് പടർന്ന പോലെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. കേട്ടോ, ഇപ്പോ എന്ത് സംഭവിച്ചു? ഇതാണ് ലോകാവസാനം എന്ന് പറയുന്നത്. എന്താ ലോകാവസാനം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിലൂടെ നവീകരിക്കപ്പെടുകയും യേശുക്രിസ്തുവിലൂടെ പുതിയ സൃഷ്ടിയാക്കപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ ആ ജനത മുഴുവനും ഒരു പുതിയ ജനതയായി മാറി. അവരെല്ലാവരും പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിനുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ശ്രേഷ്ഠമായ ക്രിസ്തു ആയിട്ട് മാറും. അതാണ് മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നത്. എല്ലാ ജനതകളുടെയും, മത്തായി 24:14, എല്ലാവരും ബൈബിളുള്ളവർ തുറന്നു വായിക്കുക. യെസ്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിലെല്ലാം രണ്ടാം വരവ് വേഗം വരും കർത്താവ്, നിങ്ങൾ ഒരുങ്ങ്. പണ്ടൊക്കെ കുറേ നാൾക്ക് മുമ്പ് മെയ് മാസത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുങ്ങിയിരുന്നതായിരുന്നില്ലേ? ഒരിക്കൽ ഒരു പെണ്ണ് ഓടി വന്നു, ഞാൻ ഡിവൈനിൽ ധ്യാനിപ്പിക്കുമ്പോഴാണ്, ബ്രദറെ ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഈ ലോകാവസാന നേരത്ത് അവനവൻ്റെ ആളുകളുടെ കൂടെ കിടന്ന് അവസാനിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും കുവൈറ്റിൽ ജോലി ഉണ്ടായിരുന്ന ആ പെണ്ണ് ജോലിയെല്ലാം വിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ ലോകം അവസാനിക്കാൻ പോകുന്നു? ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങളും കിംവദന്തികളും നമ്മൾ കേൾക്കും. ലോകം അവസാനിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? രാജ്യത്തിൻ്റെ, എന്താണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്? ഫരിസേയരും നിയമജ്ഞരും പ്രഘോഷിച്ചിരുന്നോ ഇല്ലയോ? പഠിപ്പിച്ചിരുന്നോ ഇല്ലയോ? എന്താ അവർ പഠിപ്പിച്ചിരുന്നത്? ഈ 10 കൽപ്പനകളും അതിൻ്റെ 613 കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളുമായി ഇതെല്ലാം കണിശമായിട്ട് നിങ്ങൾ പാലിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. ഇത് രാജ്യത്തിൻ്റെ സുവിശേഷമാണോ? ഇത് രാജ്യത്തിൻ്റെ സുവിശേഷമല്ല. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ്, കരുണയാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ആദത്തെയും ഹവ്വയെയും ഏദേൻ തോട്ടത്തിൽ നിന്ന് സ്നേഹത്തോടെ, ആദരവോടെ, വാത്സല്യത്തോടെ പുതുവസ്ത്രം അണിയിച്ചുകൊണ്ട്, ലെതർ ജാക്കറ്റ് ഇട്ടുകൊണ്ട് അവരെ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുവിൻ, നിങ്ങളുടെ രക്ഷകൻ വരും, അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും, പറുദീസ വീണ്ടും നിങ്ങൾക്കായി തുറക്കും. നമ്മുടെ ലത്തീൻ ആരാധനാക്രമത്തിൽ ഉയർപ്പ് ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ ജ്യോതിയുമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളി മുഴുവനും അന്ധകാരമായിരിക്കും, ഇല്ലേ? നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു മെഴുകുതിരി ഉണ്ടാകും. എന്നിട്ട് നിങ്ങളെല്ലാവരും ആ മെഴുകുതിരി ഈ ക്രിസ്തുവാകുന്ന ഉയർപ്പ് ഞായറാഴ്ചയുടെ ആൽഫ ഒമേഗ ആ തിരിയിൽ നിന്ന് കത്തിക്കും. ആ ക്രിസ്തുവിൻ്റെ ജ്യോതിയുമായിട്ട് വരുമ്പോൾ പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ടല്ലോ? ഈ പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വലിയ ഹല്ലേലൂയയും പാടിക്കൊണ്ട് ആ പാടുന്നത് എന്താ കേട്ടോളൂ.
ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും. ഒന്നുകൂടി. ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈരാവിൻ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. കേട്ടോ, ഇതാണ് സുവിശേഷം. ഇത് ഫരിസേയർ പറഞ്ഞ സുവിശേഷമല്ല. കർത്താവ് ഈശോ മിശിഹ വന്നതും ചെയ്തതും അനുഭവിച്ചതുമായ കാര്യമാണ് സുവിശേഷം. ഒന്ന് അവസാനത്തെ ഭാഗം ഒന്നുകൂടി പാടിയേ. എല്ലാവരും ഒന്ന് ഏറ്റുപാടാമോ? ഇത് കാണാൻ പാടാൻ നിങ്ങൾ പഠിക്കണം. ഉയർപ്പ് ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും ചേർന്ന് പാടണം. അത് ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഒന്നുകൂടി. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈരാവിൽ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. ഇത് നമ്മൾ ആരെങ്കിലും പറയാൻ ധൈര്യപ്പെടാറുണ്ടോ? എന്ത്? ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഒന്ന് പറഞ്ഞേ, പാടാണ്ടൊന്ന് പറഞ്ഞേ, ഒരു ഗദ്യരൂപത്തിൽ പറഞ്ഞേ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. പാപമേ നീ ഭാഗ്യപൂർണം എന്ന് ആരെങ്കിലും പറയോ? ഒന്ന് പറഞ്ഞേ. ഒരു പാപിയെ കണ്ടിട്ട് നിന്റെ പുള്ളിലുള്ള പാപം ഭാഗ്യപൂർണമെന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? ഈ പാപം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ രക്ഷകൻ വരുമായിരുന്നോ? ഇപ്പം അമ്മച്ചിമാരുടെ ചിന്ത, എൻ്റെ ദൈവമേ ഇതൊക്കെ പറഞ്ഞ് നാളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ കുസൃതി കാണിക്കുമ്പോൾ അവർക്കിട്ട് രണ്ട് കൊടുക്കണ്ടേ, എന്നാലല്ലേ അവർ ശരിയാവുള്ളൂ. നമ്മുടെ ഒരു സുവിശേഷം വേറെ ഉണ്ട്, ഒരു പ്രൈവറ്റ് സുവിശേഷം. ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ട് അടിച്ച് വളർത്തണം. പിള്ളേരെയൊക്കെ ശരിക്കും നല്ല അടി കൊടുത്താലേ അവർ നേരെയാവുള്ളൂ. പള്ളിയിൽ വരുമ്പോൾ പറയും എന്താണ്? ഭൂലോകഭാവം നീക്കും ദൈവത്തിനെ പിരാടി കൂടി ചോമ്പുരാനെ ഞങ്ങളുടെ വേൽക്കരനെയായിരിക്കണേ. അങ്ങയുടെ അല്ല, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, don't look at our sins, but look at the faith of your church and grant us peace. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ, ഒന്ന് പറഞ്ഞെല്ലാവരും, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം. ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഈ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു ആകുന്ന ശിരസും ശരീരം എന്നത് ഇതുണ്ടോ. ഇവിടെ എല്ലാം നിരവധി വിശുദ്ധന്മാരെ വെച്ചേക്കണുണ്ടോ ഇവിടെ എല്ലാം. എന്താണത്? അവരൊക്കെ നമ്മുടെ കൂടെ തന്നെയാണ്, അവർ സഭയാണത്. സഭ എന്നത് യേശുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിലെ ഒരു വിരൽ പോലെയാണ് നമ്മൾ. ആ ശരീരത്തിലെ നിരവധി ഭാഗങ്ങളുണ്ട്. മാതാവ്, ഔസേപ്പിതാവ്, ഇവരൊക്കെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണോ? അപ്പസ്തോലന്മാർ, രക്തസാക്ഷികൾ, സകല വിശുദ്ധരും, ഇവരെല്ലാവരും ആകുന്ന ആ സഭയിൽ നമ്മൾ കുറച്ച് പാപികളുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവർ ചെയ്ത പുണ്യങ്ങളിലൂടെ ശേഖരിച്ചിരിക്കുന്ന ആ കൃപയിൽ നിന്ന് നമുക്കും പങ്ക് കിട്ടും. പ്രൈസ് ദ ലോർഡ്.
അതാണ് ആ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അതാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത്? നമ്മൾ പോയി നോവേന ചെല്ലുമ്പോൾ നമുക്ക് ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നു. ഇതാണോ പുണ്യവാന്മാരുടെ ഐക്യം? അത് കിട്ടും. അതിനേക്കാളുപരി നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും ആ പുണ്യവാന്മാരുടെ കൃപാവരത്തിൽ നമുക്കും പങ്കുണ്ട്. ആ പങ്ക് കൊണ്ടാണ് അവരാഗ്രഹിക്കുന്നത്, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട തോമസ് പോളെ, നിന്റെ ബലഹീനതയൊക്കെ എനിക്കറിയാം, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. എനിക്കൊരു കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഈ പാപി സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി വന്നിട്ട് പറഞ്ഞു, ഇത് എന്തീ പറയണത്, ഞങ്ങൾ ഇന്നേവരെ പാപി സാധാരണ നരകത്തിലല്ലേ പോണേ. രണ്ട് ചേട്ടന്മാരുണ്ട് വന്ന്, രണ്ടുപേര് വാ, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോവുകയാണ്. പാപി എങ്ങനെ സ്വർഗത്തിൽ പോണേ? പാപി സ്വർഗത്തിൽ പോകുമോ? എങ്ങനെ പോണേ? വാ ചേട്ടൻ ഇപ്പുറത്ത് നിൽക്ക്. ഈ ചേട്ടൻ ഇപ്പോൾ അഭിനയിക്കാൻ പോകുന്നത് പിശാചിൻ്റെ റോളിലാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, അഭിനയമുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പിശാചാണ്, ഞാനൊരു പാപിയാണ്, എന്നെയും കൊണ്ട് നരകത്തിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ച് വലിച്ചോ കേട്ടോ, പാപിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, കർത്താവിനെ തിരസ്കരിക്കുന്നു, പാപകരമായ ജീവിതം നയിക്കുന്നു, മാരക പാപത്തിലാണ്, കുമ്പസാരിക്കുന്നുമില്ല, എല്ലാവിധ കുസൃതികളും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. നരകത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വലിക്കുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്നത് ആരാന്നറിയോ? ഇവിടെ നിൽക്കുന്നത് ആരാ? ആരാ അവിടെ നിൽക്കണേ? ആരാ അവിടെ നിൽക്കണേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആരായിരിക്കും അവിടെ നിൽക്കണേ? മാലാഖ. കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ ഇതൊക്കെ കണ്ടിട്ട് ഒരു കൂസലുമില്ലാതെ അവിടെ നിൽക്കുകയാണ്. എന്താ അങ്ങനെ അവിടെ നിൽക്കണതിൻ്റെ ഉദ്ദേശം? എടാ, നിന്നെ അങ്ങനെ എൻ്റെ തോമസ് പോളിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. ആരൊക്കെയാണ് ഈ കത്തോലിക്ക സഭ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം കർത്താവ് ഈശോ മിശിഹ, പുണ്യാളന്മാരാവസെ പിതാവ് മാതാവ് സകലത്തിൽ പറഞ്ഞപ്പോഴേക്കും ഇവിടെ പിടി വിട്ടു തുടങ്ങി ഇവിടെ കേട്ടോ. സകല വിശുദ്ധന്മാരും എന്ന് മാത്രമല്ല, ഇന്നത്തെ വിശ്വാസികളായ കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥനയും 500,000, അതായത് 5 ലക്ഷം, പിടിച്ചോ, 5 ലക്ഷം വൈദികർ ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലി. 5 ലക്ഷം വൈദികർ എല്ലാ ദിവസവും. കോടാനുകോടി വിശ്വാസികൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പിടിച്ചു വലിച്ചോ. കണ്ടോ, ഇപ്പൊ ആര് ജയിക്കും പറയും? ആര് ജയിക്കും? കർത്താവ് ഈശോ മിശിഹായും സഭയും ആകുന്ന സഭ, കത്തോലിക്ക സഭ ജയിക്കുമോ ഇല്ലയോ? പിശാചി ഒരാത്മാവിനെ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുകയാണോ സഭയുടെ ഉത്തരവാദിത്വം? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോഴും സംശയ ബ്രദറെ, അപ്പം അയാളൊന്ന് കുമ്പസാരിക്കാണ്ട് ശരിയാവോ? അയാളൊന്ന് മാനസാന്തരപ്പെടണ്ടേ? മാനസാന്തരപ്പെടും. ഇങ്ങനെ ജീവിതകാലം മുഴുവനും പള്ളിയിൽ പോകാണ്ടും കുമ്പസാരിക്കാണ്ടും ഇരിക്കണ ആത്മാവാണെങ്കിലും അവസാന സമയത്ത് അവനെ കർത്താവ് കരുണ വർഷിച്ചുകൊണ്ട് അവസാനമാവും പറയും, എടിയേ, നീ ഒന്ന് അച്ഛനെ വിളിച്ചേ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മൾ കരുണക്കൊന്തയൊക്കെ ചെല്ലണതിൻ്റെ കാര്യം. ഈ കരുണക്കൊന്ത ചെല്ലണത് എന്തുദ്ദേശത്തിലാണ്? ഈ പാവി നരകത്തിൽ പോകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണോ കരുണക്കൊന്ത ചെല്ലണേ? എങ്കിൽ പിന്നെ ആ കരുണക്കൊന്തയുടെ അർത്ഥമുണ്ടോ? ഈ കരുണക്കൊന്ത ചെല്ലണത് മുഴുവനും, കർത്താവേ, ഈ പാവി എത്ര വലിയവനായാലും അവൻ്റെ പാപത്തിന് വേണ്ടി നീ പീഡ സഹിച്ചു,
എന്താണ് കരുണക്കൊന്തയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തിന്റെ ഞങ്ങളുടെയും യോഗ്യതയാൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഒരു ചേട്ടത്തി പറയായിരുന്നു, ഞാൻ 3 കരുണക്കൊന്ത ചെല്ലാണ്ട് രാവിലെ ഒരു കാര്യം ചെയ്യൂല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോൾ നീ പാപികളെല്ലാം പാപി സ്വർഗത്തിൽ കയറിയേ? പാപി സ്വർഗത്തിൽ എങ്ങനെ കയറണേ? പാപി നരകത്തിലല്ലേ പോകേണ്ടത്? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ കരുണക്കൊന്ത ചെല്ലണം എന്തിനാ? അത് പത്രമൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, 3 കൊന്ത ചെല്ലണമെന്ന് പറഞ്ഞ് 3 കൊന്ത ചെല്ലണം. ഇത് നടന്ന സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചേട്ടത്തിമാരും ചേട്ടന്മാരും ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഇങ്ങനെ പാപി നരകത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? അപ്പോൾ അത് സുവിശേഷമാണോ? അതുകൊണ്ടാണ് ഈശോ തുറന്നു പറഞ്ഞു ഫരിസേയരോടും നിയമജ്ഞരോടും, നിങ്ങളെക്കാൾ ആദ്യം വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അന്ന് യേശു ഫരിസേയരോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് യേശു നമ്മളാകുന്ന സത്യക്രിസ്ത്യാനികളോട് പറയാണ്, നിങ്ങളെക്കാൾ ആദ്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എങ്ങനെയാ? എന്തുകൊണ്ട്? അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. യേശുക്രിസ്തു അവരുടെ പാപത്തിനെ പരിഹാരം ചെയ്യുന്നത് കൊണ്ട് അവർ പാപികളാണ് എന്ന് അവർ ഏറ്റുപറയുകയും ആ പാപത്തിൽ നിന്ന് അവർക്ക് സ്വന്തമായ ഒരു രക്ഷയുമില്ല. കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണേ എന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പോലെ അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് അവരെ വിട്ടു പോകും. അവരെ ആര് കൊണ്ടുപോകും? അവരെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവ് പറയും, ഞാൻ പോയി നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി, ഞാനായിരിക്കുന്നിടത്ത് നീയും ആയിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിന്നെയും കൊണ്ട് പോകും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് സുവിശേഷം, ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ഇങ്ങനെയുള്ള ഒരു സുവിശേഷം നമ്മുടെ രാജ്യത്ത്, ഈ കേരളം, ഇത്രയും വലിയ സുവിശേഷ പ്രഘോഷങ്ങൾ നടക്കുന്ന ഈ കേരളത്തിൽ ഈ പറഞ്ഞ സുവിശേഷം ഇപ്പോഴും പ്രഘോഷണം തുടങ്ങിയിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങളെക്കാൾ ആദ്യം പാപിയും ചുങ്കക്കാരും സ്വർഗത്തിൽ പോകുന്നു പറയുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തെ? പറയുന്നുണ്ടോ? തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇവിടെ എല്ലാവരും പറയുന്നത്, നീ പാപം ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകും, നിന്റെ പാരമ്പര്യ ശാപമെല്ലാമാണ് നിന്റെ കുടുംബത്തിൻ്റെ ഈ പ്രശ്നം മുഴുവനും. നീ വലിയ പാപിയാണെങ്കിൽ നിനക്ക് ശാപമുണ്ടാകും, നിന്റെ കുടുംബം നശിക്കും, സകലതും കുട്ടിച്ചോറാകും. ഇത് സുവിശേഷമാണോ? അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സുവിശേഷം ഇപ്പോഴും പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചുള്ള യഥാർത്ഥ രഹസ്യങ്ങൾ നമ്മളിപ്പോഴേ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോഴും പഴയ നിയമത്തിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും പഴയ നിയമമാണ് അധികവും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും പഴയ നിയമത്തിലെ 10 കൽപ്പനകളും ആ കൽപ്പനകളുടെ വലിയ 613 കൂടുതൽ കൽപ്പനകളാക്കിക്കൊണ്ട് ഓരോരുത്തരെയും ഒരു കർക്കശക്കാരനായ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിനെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. എന്നാൽ ദൈവം വന്നിരിക്കുന്നത് ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ? രക്ഷിക്കാനാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ഉം 17-ഉം വചനം എല്ലാവർക്കും ബൈഹാർട്ടാണത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല.
അപ്പോൾ ഉടനെ തോന്നുന്നു, അപ്പം നരകമില്ലേ? നരകമുണ്ട്, നരകമുണ്ട്. നരകത്തിൽ ആരെല്ലാം പോണം പറയും? കുറച്ച് പേര് നരകത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? ഈ ദൈവമക്കൾ, ദൈവം സൃഷ്ടിച്ച ആദത്തിൻ്റെയും ഹവ്വായുടെയും സന്തതികളായ നമ്മളിൽ കുറച്ച് പേര് നരകത്തിൽ പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് സത്യമായിട്ടൊന്ന് കരമുയർത്തി. അങ്ങനെ ആഗ്രഹമുള്ളവർ കരമുയർത്തി. ആരെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമില്ല. നമ്മളെന്താ ആഗ്രഹിക്കണേ? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എല്ലാവരും ശബ്ദമുയർത്തി, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആരൊക്കെ രക്ഷിക്കണം? എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം, മഹാപാപികളായിട്ടുള്ളവർ, അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നിരീശ്വരവാദികളെയും, പള്ളിയിൽ ജീവിതകാലം ഒരിക്കലും കുമ്പസാരിക്കാണ്ട് പള്ളിയിൽ വരാണ്ടിരിക്കുന്നവരെയും രക്ഷിക്കണോ വേണ്ടയോ? എൻ്റെ നേരെ സൂക്ഷിച്ച് നോക്കാണ് ചിലർ. എന്താ ഈ ബ്രദർ പറയണേ? ഇതാണോ സത്യം? അപ്പം നരകത്തിൽ ആരും പോകില്ലെന്നാണോ പറയണേ? പറയും. ഇപ്പം കണ്ടോ നിങ്ങൾ? നരകത്തിൽ ഒരാളെന്നെ പിടിച്ച് കൊണ്ടുപോകാൻ പോയപ്പോൾ കത്തോലിക്കാ സഭ വിട്ടോ? നമ്മൾ ഒരാത്മാവിനെ നരകത്തിൽ പോകുകയാണെങ്കിൽ കർത്താവ് ഈശോ മിശിഹ പരാജയപ്പെട്ടോ ഇല്ലയോ? കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ 27-28 വചനത്തിൽ പറയാണ്, എൻ്റെ ആടുകളിൽ ഒന്നിനെ പോലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കയില്ല. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. എല്ലാവരും കരമുയർത്തി ഒന്ന് ഉച്ചത്തിലേറ്റ് പറഞ്ഞേ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആർക്കും പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഒരാടിനെ പോലും, അതാണ് വഴിതെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ച് നടന്ന് തോളിലേറ്റുന്നു. അതെല്ലാം പ്രതീകമല്ലേ? ഈ ഭയങ്കര രസം അത് കേൾക്കാൻ ഇല്ലേ? ആടും ഇടയനും. ഈ ഹോളി ലാൻഡിലൊക്കെ പോയിട്ടുള്ളവർക്ക് കൂടുതൽ മനസ്സിലാകും. അവിടെ ഈ പണ്ട് കാലത്ത് ആടിനെ കൂടൊന്നുമല്ല, ഒരുതരം ഗുഹകളിലാണ്. ആ ഗുഹകളുടെ വാതിക്കൽ ഇടയൻ കിടക്കും. അതായത് തൻ്റെ ആടിനെ ആക്രമിക്കാനോ പിടിച്ചുകൊണ്ടാനോ ആരെങ്കിലും വരികയാണെങ്കിൽ ഇയാളുടെ മേൽ ചവിട്ടിയിട്ടല്ലാണ്ട് അകത്ത് കിടക്കാൻ പറ്റില്ല. ഇനി ആട് ഒരെണ്ണം പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ഇയാളുടെ മേലെ ചവിട്ടിയാലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇടയൻ ആടുകളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടയൻ ഒരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അയാളുടെ ആടുകളെല്ലാം കൂടെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഒരു ഗുഹയിൽ 2-3 ഇടയന്മാരുടെ ആടുകളുണ്ടാവും. ആ ആടുകൾക്ക് അവരവരുടെ ഇടയൻ്റെ ശബ്ദം ശരിക്കറിയാം. ഉദാഹരണത്തിന് ഒരിടയൻ്റെ ശബ്ദം ഇതാണ്. അപ്പോൾ ഉടനെ അയാളുടെ ആടുകളെല്ലാം ഇങ്ങോട്ട് വരും. ഈ ശബ്ദം എവിടെ കേട്ടാലും ആ ആടുകൾ ഉടനെ ഇടയൻ്റെ അടുത്ത് വരും. വേറെ ഒരാൾ ഇടയൻ്റെ ശബ്ദം എന്നാണെങ്കിൽ അങ്ങനെയായിരിക്കും. കണ്ടോ, ശബ്ദത്തിൽ വ്യത്യാസം വന്നുണ്ടോ? വേറൊരാൾ ഇടയൻ്റെ ശബ്ദം. അപ്പോൾ ആടുകൾക്ക് കൃത്യമായിട്ട് ഇതറിയാം. അതാണ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ പുറകെ വരും. ഇപ്പം ഇങ്ങനെ ഈ ഇടയൻ ആടുകളെല്ലാം വന്നു, ഇയാൾ പോരുകയാണ്. ഈ ആടുകളെല്ലാം കൂടെ പോകുന്നു. അങ്ങനെ ഈ ഗുഹയിൽ നിന്ന് പോന്ന് ഇടയൻ്റെ ഒറ്റ വിചാരമുള്ളൂ, ഈ ആടുകൾക്ക് പച്ച പുല്ല് കൊടുക്കണം.
അതാണ് കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ. അപ്പോൾ ഈ പച്ചയായ പുൽത്തകിടി എന്നതിൻ്റെ അർത്ഥവും ജലാശയം എന്നതിൻ്റെ അർത്ഥവും, പച്ചയായ പുല്ല് എന്നത് ദൈവവചനമാണ്, ജലാശയം എന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഇടയൻ ആടുകൾക്ക് ദൈവവചനവും പരിശുദ്ധാത്മാവിനെയും കൊടുക്കും. അങ്ങനെ അവരുടെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലാക്കും. അങ്ങനെ പുൽത്തകിടിയിൽ കൊണ്ടുപോയി. പുൽത്തകിടിയിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മരുഭൂമി കഴിഞ്ഞിട്ട് വേണം പോകാൻ. ആ മരുഭൂമി കഴിഞ്ഞ്, ആ മരുഭൂമി എന്നത് മനുഷ്യവംശത്തിൻ്റെ ഈ പാപകരമായ അവസ്ഥയാണ്. ആ അവസ്ഥ ഉണ്ടായാലും അതിനെ മറികടന്ന് പച്ചപ്പുല്ലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇടയൻ്റെ ജോലി. അങ്ങനെ വൈകുന്നേരം പച്ചപ്പുല്ല് തിന്നു കഴിഞ്ഞ ആടുകളെ കൂട്ടും. ഇടയൻ അവിടെ നിന്നുകൊണ്ട് അപ്പോൾ ആടുകളൊക്കെ ഉടനെ ഓടി വന്നു. ഇനി ഇടയൻ അതിനെയും കൊണ്ട് വീണ്ടും യാത്രയാകുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇടയൻ ആടുകളെ എണ്ണി നോക്കുന്നു. എണ്ണി 10, 20, 30, 40, 50, 60, 80, 90, 95, 96, 98, 99. എടാ, ഒരാടിനെ കാണാനില്ലല്ലോ. ഷൂ, എൻ്റെ ഒരാട് എവിടെ പോയി? അയ്യോ, എൻ്റെ ഒരാടിനെ കാണാനില്ലല്ലോ. ആടിനെ കാണാനില്ല. ഉടനെ ഈ ഇടയൻ ഈ 99 ആടിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഹൃദയം മുഴുവനും ആ കാണാതെ പോയ ആടിനു വേണ്ടി വേദനയോടെ വീണ്ടും ആ പച്ചപ്പുല്ലിൻ്റെ അപ്പുറത്തേക്ക് അങ്ങ് പോകും. കാരണം ഈ ആടുകൾ അവിടെ ഇവിടെയും പോയി കഴിഞ്ഞാൽ അതിന് തിരിച്ചു വരാൻ വഴി അറിയില്ല. മാത്രമല്ല അതെവിടെയെങ്കിലും കുടുങ്ങി കിടക്കും, മുള്ളുകളുടെ ഇടയിലോ കുഴിയിലോ കുടുങ്ങി കിടക്കും. ഇനി ഈ പാവം ഇടയൻ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ ദൂരം പോയി പോണ വഴിക്കൊക്കെ ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ടോ, ഉടനെ ആടിനും സന്തോഷമായി, ഇടയനും സന്തോഷമായി. പക്ഷെ എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പം അതാ ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് ഓടി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ദേ മുള്ളുകളുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഓ, ആടിനെ പൊക്കി ഇങ്ങനെ എടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട്, എൻ്റെ കാണാതെ പോയ ആടിനെ എനിക്ക് കിട്ടിയല്ലോ. സന്തോഷത്തോടെ നീ നടക്കണ്ട, നീ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ ആടിനെ തോളിലേറ്റുന്നു. തോളിലേറ്റുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ പറയില്ല, അവനെ അയാൾ തോളിലേറ്റിക്കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അവനെ അയാളുടെ മാതിരി തന്നെ ഉയർത്തിയിരിക്കുന്നു എന്നർത്ഥം. അയാളെപ്പോലെ തന്നെ ഉയർത്തിയിരിക്കുന്നു, അയാളുടെ അതേ ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് തോളിലേറ്റുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ആടിനെ തോളിലേറ്റിക്കൊണ്ട് എൻ്റെ കാണാതെ പോയ ആടിനെ എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ആടുകളെയും കൊണ്ട് പോരുന്നു. ഈ മനോഭാവം നമുക്കുണ്ടോ? ഈ നോയമ്പ് കാലത്ത് മുഴുവനും നമ്മൾ ചിന്തിക്കേണ്ടത് കൽപ്പനകൾ അനുസരിക്കാതെ കർക്കശക്കാരനായി നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, മറിച്ച് കൽപ്പനകൾ അനുസരിക്കാതെ വഴിതെറ്റിപ്പോകുമ്പോൾ ആ വഴിതെറ്റിപ്പോയ ആടിനെ പുറകെ അന്വേഷിച്ചു വന്ന് കണ്ടെത്തുമ്പോൾ അവനെ തോളിലേറ്റി കൊണ്ടുവരുന്ന വാത്സല്യനിധിയായ ദൈവത്തെയാണ്. അതാണ് സുവിശേഷം. അതുകൊണ്ടാണ് സങ്കീർത്തനം 18
35 ഇങ്ങനെ പാടുന്നു. സങ്കീർത്തനം 18:35 പാടുന്നത് ഇതാണ്: അങ്ങനെക്കു രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഒന്ന് പാടി എല്ലാവരും. അങ്ങനെക്കു രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, വലതുകരം എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഇത് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ച നമ്മൾക്കിനി എന്തിൻ്റെ കുറവാ? അപ്പം ഇതെല്ലാം പറഞ്ഞത് ഈ ദൈവജനമെല്ലാം, മാത്രമല്ല ലോകം മുഴുവനുമുള്ള എല്ലാ ജാതി മതസ്ഥരെയും പിന്നാലെ നല്ല ഇടയനെ പോലെ കർത്താവ് വന്ന് അവരെല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കും എന്നൊന്ന് വിശ്വസിക്കാമോ? നമുക്കുണ്ടാകാവുന്ന മറ്റൊരു വിരോധാഭാസം ഇതാണ്: ഞാനൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും ആരാധനയ്ക്ക് ഈശോൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്ത ഈ നാമമാത്ര ക്രിസ്ത്യാനികളൊക്കെ സ്വർഗത്തിൽ പോവോ? ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അതിനാണ് ഫരിസേയ മനോഭാവം എന്ന് പറയുന്നത്. ഫരിസേയൻ. ഈ ഫരിസേയ മനോഭാവമാണ് ഇനിയും നമ്മളിൽ നിന്ന് മാറേണ്ടത്. ഈ ഫരിസേയ മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു കർക്കശക്കാരനായ ദൈവത്തിൻ്റെ മുഖമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈശോ സുവിശേഷത്തിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഈശോ സുവിശേഷത്തിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഫരിസേയരുടെ പുളിപ്പിനെ കുറിച്ചും, ഫരിസേയരുടെ കരുണയില്ലാത്ത അവസ്ഥയെക്കുറിച്ചും, ഫരിസേയർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ചും, കർത്താവിൻ്റെ തന്നെ സ്നേഹഭാജനങ്ങളായ വിശ്വാസികളെ ഫരിസേയർ വന്നിട്ട് പറയണം, നീ ആ തച്ചൻ്റെ മകൻ്റെ കൂടെ ഒന്നും പോകണ്ട, അവൻ ഈ പറയണതൊന്നും അല്ല ശരി എന്ന് പറഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്ന, അങ്ങനെ വഴിതെറ്റിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നീ എൻ്റെ ഈ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഇതും പ്രതീകങ്ങളാണ് ഇവിടെ. കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി കടലിലേക്ക് ആഴ്ത്തി താഴ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മലയാള ഭാഷയിൽ പറയുമ്പോൾ ശരിക്കും മനസ്സിലായില്ലേ? കടൽ നമ്മുടെ ഉമ്മരത്ത് കിടക്കുന്ന കടലില്ലേ, ആ കടലിൽ അങ്ങ് താഴ്ത്തുക, അതോട് ശിക്ഷിച്ച മാതിരിയല്ലേ തോന്നണേ നമുക്ക്, അല്ലേ? അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ എന്ന് പറഞ്ഞാൽ, ചെറിയവർ എന്ന് പറഞ്ഞാൽ പാപികളാണവർ, പക്ഷെ അവർ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർ സ്വർഗരാജ്യത്തിൽ ചെറിയവരാണ്. അതാണ് മത്തായി 5-ാം അധ്യായത്തിൽ 19 പറയുന്നത്. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായവ ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. നോക്കി, അവൻ പ്രമാണം ലംഘിക്കുന്നു ഇല്ലേ? ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ലംഘിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രമാണം ലംഘിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രമാണം ലംഘിക്കണവൻ. പ്രമാണത്തിൻ്റെ ലംഘനം എന്ന് പറഞ്ഞാൽ എന്താ? പാപമാണ്, പാപാവസ്ഥയാണ്. എന്താണ് പാപം? പ്രമാണത്തിൻ്റെ ലംഘനമാകുന്നു പാപം. അപ്പോൾ ഒരുവൻ പ്രമാണങ്ങൾ ഒന്നും കാത്തു പരിപാലിക്കുന്നില്ല, എല്ലാം ലംഘിക്കുന്നു. അവൻ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അതിലും വലിയ പാപം ഇല്ലേ? അപ്പോൾ അവൻ ദൈവരാജ്യത്തിൽ കയറുമോ? കയറുമോ? ഇല്ല എന്നാ കണ്ടോ? അതാണ് സാധാരണ നമ്മുടെ ചിന്ത. ഇപ്പം ഇവിടെ എന്താ പറഞ്ഞേക്കണേ? അവൻ ദൈവരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവൻ ദൈവരാജ്യത്തിൽ
ദൈവരാജ്യത്തിൽ ചെറിയവരെന്ന് വിളിക്കപ്പെടും. അപ്പൊ അവൻ ദൈവരാജ്യത്തിൽ കയറിയോ ഇല്ലയോ? കയറി. എങ്ങനെ കയറി? അവനെങ്ങനെ കയറി? അവൻ ആര് കയറ്റി? അവൻ പാപിയാണെങ്കിലും അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ യേശുവിൻ്റെ പാപപരിഹാര വിമോചന കൃപാവരം മുഴുവനും അവന് കിട്ടാൻ അവകാശമുണ്ട്. പാപി, അതാണ് പാപി സ്വർഗത്തിൽ കയറുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ ചെറിയവനാണ്. വലിയവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രമാണങ്ങളെല്ലാം അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അവനും സ്വർഗരാജ്യത്തിൽ ആയത് എങ്ങനെയാ? അവൻ പ്രമാണം അനുസരിക്കുന്നതിലൂടെ ആണോ? അല്ല, യേശുക്രിസ്തുവിൽ. അപ്പൊ സ്വർഗരാജ്യത്തിൽ എന്ന് പറയുന്നത്, സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വസിക്കുന്ന അവസ്ഥയാണ്. മരണാനന്തരം കിട്ടുന്ന സ്വർഗരാജ്യം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് താനേ സ്വർഗരാജ്യത്തിൽ കിട്ടും ഇല്ലേ? അതുകൊണ്ടാണ് പിന്നീട് പാടുന്നത്, ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ. മരണശേഷം ചെറിയവരും വലിയവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. യേശുക്രിസ്തുവിലായിരിക്കുന്നവരെല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ ഈ ജീവിതത്തിൽ ഈ വ്യത്യാസമുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ടെങ്കിലും അവർ രണ്ടുപേരും സ്വർഗരാജ്യത്തിൽ ആണ്. ഒന്ന് കൈവീശി കാണിച്ചേ, ഹല്ലേലൂയാ. ഈ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? സന്തോഷമാണോ? വലിയ സന്തോഷമാണ്. അതേസമയത്ത് ഇത്തിരി പേടിയും തോന്നുന്നുണ്ട്. ഇതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ അവർ ആരും സ്വീകരിക്കും ഇത്. അതുകൊണ്ട് പെട്ടെന്ന് പറയണ്ട. ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് ഗ്രഹിക്കണം. നമ്മൾ ഇതിനറിയണം. നമ്മൾ സത്യം അറിഞ്ഞ് അതിൽ കുറച്ച് ജീവിക്കണം. അതിൽ ജീവിക്കുമ്പോഴാണ് ആളുകൾ ചോദിക്കും, നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കണം? അപ്പോഴും ഒന്നും പറയണ്ട. സാവധാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്കിത് സാധിക്കുന്നത് ഞാൻ ശിക്ഷിക്കുന്ന കർത്താവിലല്ല വിശ്വസിക്കുന്നത്, മറിച്ച് കരുണയായ കർത്താവ്, രക്ഷിക്കുന്ന കർത്താവ്. അപ്പോൾ ഈശോ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞു. ഒരുവൻ, ലൂക്ക 19 സക്കേവൂസിൻ്റെ സംഭവം കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത്. നമ്മളിപ്പോൾ സക്കേവൂസ് വരെയൊക്കെ എത്തിയിട്ടുണ്ട്. സക്കേവൂസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കിയിട്ടില്ല. അതാണ് സക്കേവൂസ് കഴിഞ്ഞിട്ട് ആ ചാപ്റ്ററിൽ പറയുന്നത് ഇതാണ്. ഒരുവൻ രാജപദവി സ്വീകരിക്കുന്നതിനായി പുറത്തു പോകാൻ തയ്യാറാകുമ്പോൾ തൻ്റെ പൗരന്മാരെ വിളിച്ചിട്ട് അതിൽ ചിലവർക്ക് ഒരു സ്വർണ്ണ നാണയം കൊടുത്തു, ഓരോന്നോരോ. ഏറെ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം രാജപദവി സ്വീകരിച്ചു വീണ്ടും വന്നു. ഇതെല്ലാം പ്രതീകമാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏറെ കാലത്തിന് ശേഷം വീണ്ടും വന്നു എന്ന് പറയുന്നത്. വീണ്ടും വന്നത് ആരായിട്ടാണ്? രാജാവായിട്ട് വന്നു. ഇതൊക്കെ രണ്ടാം വരവിനെ കുറിച്ചാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പൗരന്മാരിൽ ഓരോരുത്തരെ അടുത്ത് വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, യജമാനനെ, അങ്ങ് തന്ന ആ ഒരു സ്വർണ്ണ നാണയം ഞാൻ 10 ആക്കിയിരിക്കുന്നു. കൊള്ളാം, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. നീ 10 നഗരങ്ങളുടെ മേൽ ഗവർണറായിരിക്കും. ഞാൻ രാജാവാണ്, എനിക്ക് ആൾക്കാരെ വേണം ഗവർണറാകാൻ. വേറൊരാള് പറഞ്ഞു, അങ്ങെനിക്ക് തന്ന ആ ഒരു സ്വർണ്ണ നാണയം ഞാൻ 5 ആക്കിയിരിക്കുന്നു. കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട്
ഞാൻ നിന്നെ 5 നഗരങ്ങളുടെ മേൽ അധിപനാക്കിയിരിക്കുന്നു. ഇതൊന്നുമല്ല ഇതിൻ്റെ ക്ലൈമാക്സ്. ഇതിൻ്റെ ക്ലൈമാക്സ് അടുത്ത് വരണതാണ്. ഒരാൾ വന്നിട്ട് പറയാണ്, നീ തന്ന ആ സ്വർണ്ണ നാണയം ഞാൻ അങ്ങനെ തന്നെ കുഴിച്ചിട്ടിരുന്നു, അതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു, ഇന്നാ ഇത് വെച്ചോ. കാരണം നിന്നെ എനിക്ക് ഭയമായിരുന്നു, നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ, എല്ലാവരും കരമുയർത്തി നേറ്റ് പറഞ്ഞ് ഒന്നുകൂടി, നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശനും എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. ബാക്കിയുള്ളത് വായിക്കാതിരിക്കുകയാണ് നല്ലതില്ലേ? ഈ ഒറ്റ വാക്കാണ് നിങ്ങൾ മുറുക്കെ പിടിക്കേണ്ടത്. എന്താണ് അയാൾ പറഞ്ഞത്? എനിക്ക് നിന്നെ അറിയായിരുന്നു, എനിക്ക് നിന്നെ അറിയായിരുന്നു. എന്താണ് ആ അറിവ്? അയാൾക്കുണ്ടായിരുന്ന അറിവ്, നീ കർക്കശനും വെക്കാത്തിടത്തെടുക്കുന്നതിനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നു. ആ അറിവ് കൊണ്ട് അവനെ ഭയമായിരുന്നു. ഭയം. എന്താണ് യഥാർത്ഥമായ അറിവ്? എന്താണ് യഥാർത്ഥമായ അറിവ്? നിന്റെ ദൈവമായ കർത്താവ് സ്നേഹമാണ്, കരുണയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുന്നവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള യഥാർത്ഥ അറിവാണ്. യഥാർത്ഥ അറിവ്. ഒന്ന് ചിന്തിച്ചേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അറിവ് എന്താ? എനിക്ക് നിന്നെ ഭയമായിരുന്നു. 2, നീ കർക്കശക്കാർ. ഇത്രയും മാത്രം എടുത്താൽ മതി. നമ്മൾ ഇത് തന്നെയല്ലേ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത്? നമ്മൾ കൊച്ചു കുട്ടികളോട് തന്നെ പറയണത്, തമ്പായി നല്ല അടിവെച്ചരും കേട്ടോ, ഈ ശപ്പ നല്ല അടിവെച്ചരും. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വരെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈശോ അടിക്കും. ഇങ്ങനെ ഇങ്ങനെ നീ കുസൃതിയെ കാണിക്കുകയാണെങ്കിൽ നീ നരകത്തിൽ പോവുള്ളൂ. ഇപ്പോൾ എങ്ങനെയുള്ള ഒരു കർത്താവിൻ്റെ മുഖമാണ് നമ്മൾ കാണിച്ചത്? എനിക്ക് നിന്നെ ഭയമായിരുന്നു. ഭയപ്പെടുത്തുന്ന ഒരു കർത്താവ്, ഒരു കർക്കശക്കാരൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കെങ്കിൽ, ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നത് എന്തറിവാണ്? എന്തറിവാണ്? അതിനെന്താ പറയാ? വികലമായ അറിവ്, തെറ്റായ അറിവാണ്. ദൈവത്തെക്കുറിച്ച് നമ്മുടെ അറിവ് ഫരിസേയരെ പോലെയാണ്. ഇത് ഫരിസേയരെ കുറിച്ചാണ് ഈ പറയണത്. അവരെല്ലാവരെയും പുറകെ നടന്ന്, നീ ഇന്നത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും, ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഫരിസേയ മനോഭാവം നമ്മളിൽ കടന്നു കൂടിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ പൂർണ്ണത നമുക്ക് വരുന്നില്ല. വികലമായ ഒരറിവാണ് നമുക്കുള്ളത്. അങ്ങനെ വികലമായ ഒരറിവ് ദൈവത്തെക്കുറിച്ചുണ്ടെങ്കിൽ അവൻ കിട്ടിയിരുന്ന ആ നാണയം കുഴിച്ചു മൂടി അങ്ങനെ തന്നെ അവനിരിക്കും. അതല്ലെങ്കിൽ അവൻ ആ ദൈവത്തെ, ദൈവിക സാന്നിധ്യം കൊണ്ട് അവൻ ഫലം പുറപ്പെടുവിക്കുന്നു. അവൻ കിട്ടിയ ഒരു നാണയത്തെ 10 മാറ്റുന്നു. അങ്ങനെ 10 മാറ്റിയപ്പോൾ അവനെ കണ്ട അധികാരി പറയുകയാണ്, നിന്നെ പോലെയുള്ളവരെയാണ് എനിക്ക് വേണ്ടത്, വരുവിൻ, നിന്നെ 10 രാജ്യങ്ങളുടെ ഗവർണറാക്കും ഞാൻ. അതാണ് മരണാനന്തര ജീവിതത്തിൽ. ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ അനുഭവം പൂർണ്ണമായിട്ട് കിട്ടുന്നവർ മരണാനന്തര ജീവിതത്തിൽ വലിയ ഫലം പുറപ്പെടുവിക്കും. കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ, ഇവരെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. അവരന്ന് നാട്ടിൽ പ്രവർത്തിച്ചതിനേക്കാൾ ശക്തമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? അന്ന് അവർ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു, ഈ ദൈവം